കായംകുളത്തെ CPM പ്രവർത്തകൻ സിയാദിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. മാവേലിക്കര ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. എന്നാൽ പ്രതികൾക്ക് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് കുടുംബം പ്രതികരിച്ചു. 2020 ഓഗസ്റ്റ് 18-നാണ് കായംകുളത്തെ CPIM പ്രാദേശിക നേതാവും സാമൂഹിക പ്രവർത്തകനുമായിരുന്ന സിയാദ് കൊല്ലപ്പെട്ടത്. കോവിഡ് ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് ആഹാരം നൽകി രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സിയാദിനെ പ്രദേശത്തെ ഗുണ്ടകൾ കുത്തിക്കൊല്ലുകയായിരുന്നു. കേസിലെ ഒന്നാം പ്രതിയായ വെറ്റ മുജീബ് എന്ന മുജീബ് റഹ്മാനും രണ്ടാം പ്രതിയായ ഷഫീഖിനും ജീവപര്യന്തം ശിക്ഷയാണ് മാവേലിക്കര സെഷൻസ് കോടതി വിധിച്ചത്. ശിക്ഷയിൽ കുറഞ്ഞ ശിക്ഷയും എനിക്ക് എൻ്റെ കുടുംബത്തിന് സന്തോഷം ഉണ്ടാക്കുന്നില്ല. എന്നാലും ശിക്ഷയിൽ സന്തോഷമുണ്ട്. നീതിപൂർണമായിട്ടൊരു ശിക്ഷ ലഭിച്ചതിൽ സന്തോഷമുണ്ട്. നാലാം പ്രതിയായ ഷാമോന്റെ ശിക്ഷ വിധിച്ചില്ല. വിചാരണ സമയത്ത് ഒളിവിൽ പോയ പ്രതിയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. ഇയാൾ അറസ്റ്റിലാകുന്ന മുറയ്ക്ക് വിചാരണ തുടരും. കേസിലെ മൂന്നാം പ്രതിയും കോൺഗ്രസ് വാർഡ് കൌൺസിലറുമായ കാവിൽ നിസാമിനെ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. പൊതുസ്വീകാര്യനായ സിയാദിനോട് കൊടും ക്രിമിനലുകളായ പ്രതികൾക്കുള്ള വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് പ്രേരണയെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കേസിലെ ഒന്നാം പ്രതിയായ വെറ്റ മുജീബ് ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെങ്കിലും ഒരു കേസിൽ ശിക്ഷിക്കപ്പെടുന്നത് ഇതാദ്യമാണ്. റിപ്പോർട്ടർ, ആലപ്പുഴ.